പത്തനാപുരം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണല്ലോ ഇതിനകത്ത് കേരളത്തിൽ ആദ്യമായി ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ നിങ്ങൾ വിട്ടടിക്കണം, സ്വന്തം കഴുകണം, കുക്ക് ചെയ്യണം. പിന്നെ ഒരു രോഗം വന്നാൽ യു ഡെഡ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തെയൊക്കെ പറയുമ്പോഴും അവർ പണിത പാലങ്ങളും അവർ പണി നിർമ്മാണങ്ങളും മുഴുവൻ ഇപ്പോഴും ഇടിച്ചു ഡിമോളിഷ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ അതിനെ വിളിക്കുന്നത് സക്സസ് എന്നാണ്. സക്സസുമായിട്ട് സെക്സിന് അത്രയും ബന്ധമുണ്ട്. Actually, this whole thing is fake in porn site. Everyone knows it. അവര് വ്യൂസിന് വേണ്ടി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിൽ ബ്രൂട്ടൽ തിങ് ഇത് കാണുമ്പോൾ they are getting this kind of pleasure. അതായത് UK-ൽ പഠിക്കാൻ പോയിട്ട് വരുന്ന കുട്ടികളിലൊക്കെ തന്നെ ഒരു പരിധി വരെ, എല്ലാവരെയും അല്ല, ശ്രമിക്കണം, ആ സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അല്ല ഈ പിന്നെ എന്താ പറയാ, ഓപ്പൺ റിലേഷൻഷിപ്പ് സ്വാപ്പിംഗ്, അല്ല ഇതെല്ലാം കൂടുതൽ കണ്ടുവരുന്നത് UK യൂറോപ്പ് പഠനം കഴിഞ്ഞ് തിരിച്ചു. യൂറോപ്പിനെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ അതിനകത്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം കൂടെ പറയാം. പത്തനാപുരം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണല്ലോ ഇതിനകത്ത് കേരളത്തിൽ ആദ്യമായി ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. മറ്റ് ദൃശ്യമാധ്യമങ്ങളിലെല്ലാം കൂടെ വന്നത് അവർ UK പോയിട്ടായിരുന്നു. ഞാൻ വേറൊരു ഇന്ത്യ ഭരിച്ചിരുന്ന ആരാണ്? ബ്രിട്ടീഷ്. റൈറ്റ്. അവരുടെ ഒരുപാട് നിയമങ്ങളും പാർട്ടികളും ബഹളങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പാർട്ടിക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോയാല് ദേ വിൽ കീപ് ദ കീ ഒരു ട്രെയിനകത്ത് വിടും. ആ കീ എടുക്കുന്ന ആളുടെ കൂടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ എടുക്കുന്നത്, അത് ഒരാളുടെ വേറൊരാളുടെ വണ്ടിയായിരിക്കും. ആ സ്ത്രീ ഗോ വിത്ത് അവരുടെ പോണം. ദാറ്റ്സ് കോൾഡ് ഷോപ്പിംഗ്. അത് നടന്നിരുന്ന സ്ഥലമാണ്. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫും പോകണം. UK ആണ് പറയുന്നത്. അവരാണല്ലോ ഭരിച്ചിരുന്നത്. 200 കൊല്ലം നമ്മൾ ഭരിച്ചപ്പോ അവിടെ പോയ കുറെ അവശിഷ്ടങ്ങൾ നമ്മൾ ഇനിയും പേറുന്നുണ്ട്. 1. നമ്പർ 2, ഇവിടെ കുറെ ക്ലബ്ബുകൾ ഉണ്ടാക്കി. ഇപ്പൊ അത് എസ്റ്റേറ്റിലെ പാർട്ടികൾ പിന്നെ ക്ലബ്ബുകൾ ഉണ്ടാക്കി. അതിലൊരു പാർട്ട് ആർമിയിലും നടന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് റൈറ്റ് ഓർ റോങ്. ഇതൊക്കെ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചതിൽ ശേഷിപ്പുകളാണ്. ഇനി ഇവിടുന്ന് നമ്മുടെ പിള്ളേർ അവിടെ പോകുന്നു. എന്തിനവിടെ പോകുന്നത്? നമ്മൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ബഹുഭൂരിപക്ഷം യൂറോപ്പിൽ പോണത്, പഠിക്കാനല്ല. സ്വാതന്ത്ര്യം. അപ്പൊ ഇവിടെ ആരോ കെട്ടിട്ട മാതിരിയാണ്. അവിടെ എന്തോ പാലും തേനും ഒഴുകുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഞങ്ങൾക്ക് സർവ്വസ്വാതന്ത്ര്യമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വഴിയെറ്റിപ്പോണ ഒരൊറ്റ റീസൺ ഉണ്ട്. ഇവിടെ നിങ്ങൾ എക്സ്റ്റേറ്റില് എല്ലാ കംഫർട്ടിൽ നിന്നാണ്. അവിടെ നിങ്ങൾ മിട്ടടിക്കണം, സ്വന്തം കഴുകണം, കുക്ക് ചെയ്യണം. പിന്നെ ഒരു രോഗം വന്നാൽ യു ഡെഡ്. കാരണം നിങ്ങൾ അവിടെ മെഡിക്കൽ ഇവിടെ ആവുമ്പോൾ ഫ്രസ്ട്രേറ്റ് ആവും. പിന്നെ ജോലി കിട്ടുമെന്നുള്ള, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഏജന്റുമാര് വ്യാമോഹിപ്പിച്ച് പോയ അവിടെ ചെല്ലുമ്പോൾ ജോലി ഇല്ല. നിങ്ങൾക്ക് ഒരു 20 മണിക്കൂറോ ജോലി ചെയ്യാൻ പാടുള്ളൂ. എവിടെ? ഒരു മാസം. നിങ്ങളുടെ ബേസിക് മിനിമം വേതനം എന്ന് പറഞ്ഞാൽ ഒരു 10 പൗണ്ട് എന്ന് വെച്ചോ. 10 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപ. ഓക്കെ. സോ ഈ 10 പൗണ്ടേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ വണ്ടി ഓടിക്കുന്നത്. അവിടെ 60,000-70,000 രൂപ റെന്റ് കൊടുക്കണം, ഫുഡ് കഴിക്കണം, പിന്നെ ചാന്ത് കൺമശി പൊട്ടുകൊടുക്കണം, ഡ്രസ് വാങ്ങിക്കണം. നോ മണി. വാട്ട് ദേ ഡു? ദേ ആർ ഇൻടു ദി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം സാറ് നന്നായി, ഞാൻ നന്നായിട്ടില്ല. സോ വാട്ട് ഐ ഡു? വളഞ്ഞൊഴുകി പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് സത്യം. ജോളി ബൈക്കർ എന്റെ ഇളയ മോൻ അവൻ പോയിരിക്കുന്നത് എന്റെ വളരെ അടുത്ത എന്റെ ഒരു ക്ലയന്റിന്റെ ഓഫീസിൽ. ഞാൻ അവിടെ ചെന്നടിക്കും. നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മളെ UK ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തെയൊക്കെ പറയുമ്പോഴും ഇതുമായിട്ട് സബ്ജക്റ്റുമായിട്ട് വ്യത്യസ്തമായ ഒരു കാര്യം പറയാം. അവർ പണിത പാലങ്ങളും അവർ പണിഞ്ഞ നിർമ്മാണങ്ങളും മുഴുവൻ ഇപ്പോഴും ഡിമോളിഷ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. നമ്മൾ പണിഞ്ഞ പാലങ്ങളും നമ്മൾ പണിഞ്ഞ 10 വർഷം യൂറോപ്പിൽ പോയിട്ട് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹത്തിന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു പാർട്ണർ എടുത്താണ് ജോലി പോയത്. അവിടെ പോയിട്ട് അവര് ശമ്പളം കിട്ടി അവനങ്ങനെ വലിയ കാര്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കാലാവസ്ഥയൊക്കെ മൊത്തം കുഴപ്പമായി. ഒരു സ്വാതന്ത്ര്യമില്ല. പുള്ളി അവിടുന്ന് അങ്ങനെ തന്നെ 6-ാം മാസം തിരിച്ചു വന്നപ്പോൾ നല്ല ഇവിടുന്ന് ഹിന്ദി ഒരു വാക്ക് പോലും അറിയാത്ത ആള് തിരിച്ചു വന്നപ്പോൾ ഗംഭീരമായിട്ട് ഹിന്ദി പറയുന്നത്. എന്താ കൂടെയുള്ള ജോലി ചെയ്യുന്ന മുഴുവൻ ഹിന്ദി പഠിക്കാൻ പാട്ടെ പോട്ടെ. മനസ്സിലായില്ലേ? ഇതാണ് അവിടുത്തെ സ്വാതന്ത്ര്യം. അപ്പൊ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പോകും. അപ്പൊ അത് തേടിപ്പോ നമുക്ക് കിട്ടാത്തതാണ് നമ്മൾ തേടി പോകുന്നത്. അതിപ്പോ സെക്സിന്റെ കാര്യത്തിലാണ്. അത്രേ ഉള്ളൂ. സ്വാപ്പിംഗ് ആ സംഭവങ്ങളെ കുറിച്ച് വന്നപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ തോന്നിയത് ദാറ്റ് ഇത് ഒരിക്കലും നമ്മളുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ സെക്സ് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ അതിനെ വിളിക്കുന്നത് സക്സസ് എന്നാണ്. സക്സസുമായിട്ട് സെക്സിന് അത്രയും ബന്ധമുണ്ട്.
അത് നമ്മൾ ലവ്ലി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡിവൈൻ ആയിട്ട് നിങ്ങൾ പറയുന്ന പോലെ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഡിഫറെന്റ്. പക്ഷെ നമ്മൾ വിഷ്വലി കാണുന്നതാണ് ആൾക്കാർ കൂടുതൽ അഡാപ്റ്റ് ചെയ്യുക. നമ്മളിപ്പോ കേൾക്കുന്നതിനേക്കാളും കാണുമ്പോൾ ഒരു ആകാംക്ഷ കൂടുതലാണ്. വാട്ട് എവർ വി ആർ സീയിങ് ഇൻ പോൺ സൈറ്റ്സ് ലൈക് ബ്രൂട്ടൽ, ഹാർഡ് കോർ, 3some 5some, സ്റ്റെപ്പ് ഡാഡ് നമ്മളുടെ മൈൻഡ് തന്നെ ഫക്ഡ് അപ്പ് ആക്കി. ഇമാജിൻ ഇപ്പൊ ഞാൻ എനിക്ക് ഐ ഹാവ് എ മദർ, ഇഫ് ഷീ ഈസ് മാരീഡ് ടു someone else because they were in love or whatever reasons, പക്ഷെ that guy is taking care of me like very good, ആ രീതിയിൽ നോക്കുന്ന ഒരാളാണെന്ന് വെച്ചോ. If that guy is seeing this kind of video unintentionally or unintentionally, ആ ഒരു തോട്ട് പോകും ലൈക്ക് ഓക്കെ ഐ ഡു ഹാവ് എ സ്റ്റെപ്പ് ഡോട്ടർ. ആ ഒരു വീഡിയോ കാണുമ്പോൾ ദാറ്റ് തിങ് വിൽ ഗോ. അത് കണ്ടിട്ട് ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇപ്പൊ ഈ ആക്ച്വലി ദിസ് ഓൾ തിങ് ഇസ് ഫേക്ക് ഇൻ പോൺ സൈറ്റ്സ്, എവരി വൺ നോസ് ഇറ്റ്. അവര് വ്യൂസിന് വേണ്ടി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ ബ്രൂട്ടൽ തിങ്ങൾ. ഇത് കാണുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് പ്ലഷർ. ആൻഡ് ഇത് ഈ റേപ്പ് എന്നുള്ള സംഭവം ഉണ്ടാവാനുള്ള റീസൺ തന്നെ ഏകദേശം ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ്. ഈ ബ്രൂട്ടൽ കാണുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് പ്ലഷർ ദാറ്റ് സീയിങ് ദിസ് ഗേൾ ഇസ് like being so loved. So she is getting that kind of pleasure. So these people thinks that the actual woman ന്റെ മുമ്പിൽ ചെയ്യുന്നത് ഭയങ്കര പ്ലഷറിങ് തിങ് ആണെന്നാണ് ഇവരുടെ വിചാരം. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട്. ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ they don't know what we are feeling. സോ ഈ സ്വാപ്പിംഗ് തിങ് ആണെങ്കിലും എവറിത്തിങ് ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ട് ഇവർ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിൽ നിന്നാണ് ഇവർക്ക് ഈ ഒരു മൈൻഡ് തോട്ട് പോണത്. അങ്ങനത്തെ ഒരു തിങ് ഈ ലോകത്ത് ഇപ്പൊ നിങ്ങളുടെ പണ്ടത്തെ കാലത്ത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന ബ്ലൂ ഫിലിംസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് റയർലി കാണാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. ലൈക്ക് ഞാൻ കേട്ടിട്ടുള്ളതാണ് ലൈക്ക് പോയിട്ട് മേടിക്കുന്നത് ഭയങ്കര സീക്രട്ടിവിറ്റി ആയിരിക്കും, അല്ലേ? അങ്ങനത്തെ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് അറിയാനുള്ള ഒരു വഴി മാത്രമാണ്. ഞാൻ ബ്ലൂ ലഗൂൺ സിനിമ എത്ര പ്രാവശ്യം ഇതിനെ കുറിച്ച് അറിയാനുള്ള ഒരു വഴി മാത്രമാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇത്ര അധികം സംഭവങ്ങൾ ഉണ്ടെന്ന് ഇത് ഭയങ്കര കോമൺ ആയപ്പോ ഇറ്റ്സ് ലൈക്ക് വൈഡ് വെറൈറ്റീസ് എന്നുള്ള സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇഫ് വി ലവ് എ പേഴ്സൺ, നമുക്ക് അത് ചെയ്യാനുള്ള ഒരു മൈൻഡ് വരണമെങ്കിൽ നമുക്ക് അതിനൊരു കോമൺ നോർമൽ ലവിംഗ്ലി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കേണ്ട ഒരു രീതിയാണ് നമ്മൾ പഠിക്കുന്നത്. സമ്മതിച്ചാൽ മാത്രം ചിത്രീകരിക്കുക, അല്ലെങ്കിൽ ചിത്രീകരിക്കരുത്, തെറ്റാണ്. അല്ല അത് ഇമോഷൻ ബ്ലെയിം ചെയ്തിട്ട് ചിലപ്പോ കാണാനാണ്. എല്ലാ പെണ്ണുങ്ങളും ബോൾഡ് ആയിരിക്കണം എന്ന് ഞാൻ പറയില്ല, ആവില്ലായിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഇമോഷണൽ സ്റ്റെബിലിറ്റി. നമ്മളുടെ ഇമോഷൻ ഏത് രീതിയിലാണ്. എനിക്കിപ്പോ ബോൾഡ് ആയിട്ട് വളരാനുള്ള ഒരു പാരന്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നീ പറയണം, ഇങ്ങനെ ചെയ്തെങ്ങനെ. പക്ഷെ ചിലവർക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ എന്റെ വീട്ടിലൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നീ പോയി പറയണം, മുഖത്ത് നോക്കിയിട്ട് പറ്റില്ല എന്ന് പറയണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലവരുടെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചും കൂടി ഉണ്ടാവില്ല. ലൈക്ക് ഇതിനെ കുറിച്ച് പറയുന്നത് ഭയങ്കര മോശമായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ചിലവർക്കുണ്ട് ലൈക്ക് കല്യാണം കഴിയുമ്പോൾ ഇത് എന്താണെന്ന് തന്നെ മനസ്സിലാവുന്നത്. പുതിയ തലമുറയിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മള് എല്ലാവരും ഒരുമിച്ച് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു പെണ്ണ് നോ പറഞ്ഞില്ല എന്നത് പറഞ്ഞുകൊണ്ട് തുറന്ന ചർച്ചകൾ കുടുംബത്തിൽ നടക്കണം. സാധാരണഗതിയിൽ ചർച്ചകൾ തുടങ്ങി തീരുമ്പോൾ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും, ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു വഴിക്കടിയും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ അടിച്ചു പിരിയും എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ചർച്ച നമ്മൾ തുടങ്ങിയത് ഒരു തലത്തിലും ചർച്ച മുന്നോട്ട് പോയത് മറ്റൊരു തലത്തിലും, ചർച്ച എന്നെ ഉൾപ്പെടെ പഠിപ്പിച്ചത് പുതിയ ചില കാര്യങ്ങളുമാണ്.